ഭാർഗവി എന്ന യക്ഷിയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ താമസം എന്തേ വരുവാനെന്ന് കാമുകന്മാർ പാടിത്തുടങ്ങിയിട്ട് അതുമല്ലെങ്കിൽ ആൾപ്പാർപ്പില്ലാത്ത വീടുകളെ നോക്കി ഭാർഗവി നിലയമെന്ന് മലയാളികൾ വിളിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. ഇന്നത്തെ ബി പോസിറ്റീവിൽ ഈ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കിപ്പം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ രണ്ട് അതിഥികൾ ഉണ്ട്. കവിയും ഗാനരചയിതാവും കേരള ഫിലിം സെൻസർ ബോർഡിൻ്റെ മുൻ മേധാവിയുമായിരുന്ന ശ്രീ കൃഷ്ണദാസ്, ചലച്ചിത്ര ഗാന നിരൂപകനായ TP ശാസ്തമംഗലം. ഇരുവർക്കും ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളിയുടെ പ്രേതഭാവനകൾക്ക് കിരീടം ചൂടിയ ഭാർഗവി നിലയത്തിന് അരനൂറ്റാണ്ട് തികയാണ്. 1964 വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തിരക്കഥയിലൊരുങ്ങിയ ചിത്രമാണ് ഭാർഗവി നിലയം. ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നതും അത്തരത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയാം. അന്നത്തെ ഒരു കാലഘട്ടത്തെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, ഒരു 64 കാലഘട്ടത്തെ അന്നത്തെ ആ സിനിമ രീതികളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ 1964 മലയാള സിനിമയുടെ ഒരു വസന്ത കാലഘട്ടമായിരുന്നു എന്ന് പറയാം. വളരെ മികച്ച ഒട്ടേറെ ചിത്രങ്ങൾ റിലീസായ ഒരു വർഷമായിരുന്നു അത്. ആദ്യകിരണങ്ങൾ, ഒരാൾ കൂടി കള്ളനായി, മണവാട്ടി, അന്ന, പഴയ പഴശ്ശിരാജ തുടങ്ങിയ ഒട്ടേറെ നല്ല ചിത്രങ്ങൾ പുറത്തിറങ്ങി. അതുമാത്രമല്ല, ഏറ്റവും പ്രഗത്ഭരായ തിരക്കഥാകൃത്തുക്കളാണ് അന്ന് ഇരങ്ങത്തുണ്ടായിരുന്നത്. പൊൻകുന്നം വർക്കി, KT മുഹമ്മദ്, തോപ്പിൽ ഭാസി തുടങ്ങിയ, പാറപ്പുറത്ത് ആദ്യകിരണങ്ങളൊക്കെ ആ വർഷമാണ് ഇറങ്ങിയത്, തുടങ്ങിയ വളരെ പ്രഗത്ഭരായ തിരക്കഥാകൃത്തുകൾ, ഏറ്റവും മികച്ച ഗാനങ്ങൾ, വയലാർ ദേവരാജൻ ടീമിൻ്റെ ഗാനങ്ങൾ, മണവാട്ടിയിലും മറ്റുമൊക്കെയുള്ള മനോഹരമായ ഗാനങ്ങൾ, P. ഭാസ്കരൻ ബാബുരാജിൻ്റെ ഗാനങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ നല്ല വർഷമായിരുന്നു 1964. അവിടേക്കാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യമായി തൻ്റെ തിരക്കഥ എഴുതിക്കൊണ്ട് ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ നീല വെളിച്ചം എന്നൊരു കഥയെ ആസ്പദമാക്കിയാണ് ആ തിരക്കഥ എഴുതിയത്. ഇപ്പോൾ ശാസ്ത്ര സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ തിരക്കഥ, ഒരു ക്യാമറമാനായിരുന്ന വിൻസെൻ്റ് മാഷ് ആദ്യമായി സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സിനിമ, 50 വർഷങ്ങൾക്ക് ശേഷവും ഒരു മായാത്ത മുദ്ര ഇന്നും ആ ചിത്രത്തിനുണ്ട്, ഭാർഗവി നിലയം. പറഞ്ഞാൽ എന്തായിരിക്കും അതിനൊരു കാരണമെന്ന് ചോദിച്ചാൽ? കാരണം അതിൻ്റെ കലാപരമായ അംശമാണ്. നമ്മൾ ആ പടത്തെ ഇന്ന് കാണുമ്പോഴും അതിനകത്ത് കലാപരമായ അംശങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം വിൻസെൻ്റ് എന്ന് പറയുന്ന സംവിധായകനിൽ നിന്ന് നമുക്ക് ധാരാളം നല്ല ചിത്രങ്ങൾ പിന്നീട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഥമ ചിത്രം എന്ന നിലയിൽ ഇത് പരിഗണിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും പ്രഥമ ചിത്രമാണ്. അപ്പോൾ ആ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും വിൻസെൻറ്റിൻ്റെയും പ്രഥമ ചിത്രങ്ങൾ, രണ്ടുപേരുടെയും ഒരു സംഗമത്തിലുണ്ടാകുന്ന ആദ്യ ചിത്രം, അത് ഒരു ഉദാത്ത ചിത്രമായി മാറി എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇന്നും അതിന് പകരം വയ്ക്കാൻ മറ്റൊരു പടം ഇല്ല എന്നുള്ളത് നേരത്തെ നമ്മൾ സ്റ്റോറി പറഞ്ഞത് സത്യമാണ്. കാരണം ഭാർഗവി നിലയം വരുമ്പോൾ മലയാളത്തിൽ വന്നിട്ടുള്ള പ്രേതകഥകളെന്ന് പറയുന്നത് ഈ തമിഴിൻ്റെയോ അല്ലെങ്കിൽ തെലുങ്കിൻ്റെയോ പടങ്ങൾ പലതും ഡബ് ചെയ്തു വന്നത് ചില ചിത്രം, അതുപോലും ഈ കൊള്ള സംഘത്തിൻ്റെ ഒരു വിക്രിയകൾ കാണിക്കാൻ വേണ്ടിയാണ് പ്രേതത്തെയൊക്കെ, അത് തന്നെ അവസാനം പ്രേതമല്ല എന്ന് തെളിയുന്ന രീതിയിൽ. ഇതങ്ങനെയല്ല, മനോഹരമായൊരു പ്രണയകഥ, അത് അതിലേറെ ഭംഗിയായി നേരത്തെ പറഞ്ഞ പോലെ കലാപരമായി, എന്നാൽ ഈ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന മലയാളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ. മനസ്സിലായില്ലേ? എനിക്ക് ഈ പടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ള ഒരു സവിശേഷത, മാത്രമല്ല വിൻസെൻറ്റിനോട് തോന്നുന്ന ഒരു ആദരവ്, ഈ പേടി എന്ന വികാരം അതിനെ വിറ്റ് കാശാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. മറ്റ് പല പ്രേതകഥകളും ഭയമെന്ന വികാരത്തെ മാക്സിമം പരമാവധി മുതലാക്കിക്കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്യുകയാണ് പ്രേക്ഷകരെ. ഇതല്ല, ഭയമെന്ന വികാരമേ ഇതിനകത്ത് വരുന്നില്ല, ഒരു ചെറിയ അംശമേ അതിനകത്ത് വരുന്നുള്ളൂ. അതേസമയം അതിനകത്ത് കലയുടെ അംശത്തിനാണ് പ്രാധാന്യം. എപ്പോഴും കലയുടെ അംശം മുന്തി നിൽക്കുമ്പോഴാണ് ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ. ഇത് കാലത്ത് ഇപ്പോൾ 50 വർഷമായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഇത് ഇന്ന് കാണുമ്പോഴും, അല്ലെങ്കിൽ ഇത് പലതവണ കണ്ടിട്ടുള്ള ഒരു ചിത്രമാണ്, കാണുമ്പോഴും പുതുമ നഷ്ടപ്പെടാത്തൊരു സിനിമയാണ്. ഇപ്പം അതുപോലെ എടുത്തു പറയാവുന്ന മറ്റൊരു ചിത്രം ചെമ്മീനാണ്. ഈ ഭാർഗവി നിലയം, ചെമ്മീനൊക്കെ മലയാളികളുടെ സ്വത്തായി മാറിയ ചിത്രങ്ങളാണ്. അല്ല, എവിടെയോ വായിച്ചിട്ടുണ്ട്, അന്ന് വിൻസെൻ്റ് മാഷ് എടുത്ത ആ ഷോട്ടുകൾ
വീണ്ടും അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ പറ്റാത്തതായിരുന്നു. അതെ, അദ്ദേഹം ബേസിക്കായിട്ട് അദ്ദേഹം ഒരു ക്യാമറാമാനാണ്, ഛായാഗ്രാഹകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാമറ കൊണ്ട് ഈ ഒരു പിന്നെ 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 ആവർത്തനമുള്ള ഒരു ഭാഷയിൽ പറഞ്ഞാൽ ക്യാമറ കൊണ്ട് കവിത രചിക്കാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. അപ്പോൾ ഒരു ഷോട്ട് എങ്ങനെ എടുത്താൽ അത് മനോഹരമാക്കാവുന്ന നല്ലവണ്ണം അറിയാവുന്ന ഒരു ഛായാഗ്രാഹകനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ സംവിധായകനായി മാറിയപ്പോൾ ഈ മറ്റേത് സംവിധായകൻ ക്യാമറാമാനോട് പറയണം ക്യാമറ എവിടെ വയ്ക്കണം, ഏത് രീതിയിൽ ആംഗിളിലായിരിക്കണം ഇത് എടുക്കേണ്ടതെന്ന്. ഇതല്ല, അദ്ദേഹം സ്വതന്ത്രനായിരുന്നു കാലത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗുണം ആ സിനിമയ്ക്ക് കിട്ടി. അദ്ദേഹത്തിൻ്റെ പല സിനിമകൾക്കും അതുണ്ട്. ആ വിൻസെൻ്റ് മാഷിൻ്റെ പിന്നീട് ഇറങ്ങിയ പല ചിത്രങ്ങൾക്കും, ഇപ്പോൾ നദിയായാലും ത്രിവേണി ആയാലും ഇങ്ങനെ പല ഇങ്ങോട്ട് വന്ന അദ്ദേഹം സംവിധാനം ചെയ്ത പല ചിത്രങ്ങൾക്കും അന്ന് ഈ നേരത്തെ ശ്രീകൃഷ്ണദാസ് സാർ പറഞ്ഞതുപോലെ ഈ 60കളിൽ നമ്മൾ മലയാള സിനിമകളിലേക്ക് വരുമ്പോൾ സേതുമാധവൻ, വിൻസെൻ്റ് എന്നീ 2 സംവിധായകരാണ് മലയാളികൾക്ക് ഈ നിലവാരമുള്ള, അതായത് ശരാശരിക്കും മുകളിലുള്ള, അല്ലെങ്കിൽ മലയാളികൾക്ക് എന്നും ഓർമ്മിക്കാൻ ഉതകുന്ന ഒന്നാന്തരം ചിത്രങ്ങൾ നൽകിയത്. മറ്റു പല സംവിധായകരും വന്നിട്ടുണ്ട് എന്നല്ല, പക്ഷേ ഇവരാണ് കൂടുതലും മലയാളി. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് വിൻസെൻ്റ് മാഷ് ആദ്യമായി കടന്നു വരുന്ന ചിത്രം കൂടിയാണ് ഭാർഗവി നിലയം. ശ്രീകൃഷ്ണദാസ് ശരിക്കും ഒരു ജീനിയസുകളുടെ കൂട്ടുകെട്ട് തന്നെയായിരുന്നല്ലോ ഭാർഗവി നിലയം എന്ന് പറയുന്നത്. ഇപ്പോൾ സംഗീതത്തിലാണെങ്കിലും ഭാസ്കര മാസ്റ്റർ, ബാബുരാജ് കൂട്ടുകെട്ട്, ഇപ്പോൾ ചിത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത്തരത്തിലൊന്ന് തന്നെ. ശരിക്കും ആ ഒരു കൂട്ടുകെട്ടിനെ പറ്റിയിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ? അത് പറഞ്ഞില്ലേ, പലതിലും വളരെയേറെ വ്യത്യസ്തത പുലർത്തിയ ഒരു സിനിമയായിരുന്നു ഭാർഗവി നിലയം. വിൻസെൻ്റ് മാഷയുടെ ആദ്യത്തെ സംവിധാന സംരംഭം. ഭാസ്കർ റാവു ആയിരുന്നു ഛായാഗ്രഹനെങ്കിലും അതിനെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന വിൻസെൻ്റ് മാഷ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മഹാനായ സാഹിത്യകാരൻ്റെ ആദ്യത്തെ തിരക്കഥാരചനയായിരുന്നു അത് അദ്ദേഹം പൂർണ്ണമായിട്ട് അർപ്പിത ബോധത്തോടുകൂടി ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ ടോട്ടലായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു മഹത്തായ ഒരു തിരക്കഥാരചനയാണത്. വീണ്ടും ഭാസ്കരൻ മാഷയുടെ ഗാനങ്ങൾ, ബാബുരാജിൻ്റെ സംഗീതം, മലയാളത്തിലെ ആദ്യത്തെ ഗസൽ എന്ന് പറയാവുന്ന താമസ് മന്തേ വരുവാൻ എന്ന ഗാനം ഈ ചിത്രത്തിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാ വാസന്ത പഞ്ചമി നാളിൽ, അല്ലെങ്കിൽ അറബിക്കടലൊരു മണവാളൻ തുടങ്ങിയ എല്ലാ ഗാനങ്ങളും വളരെയേറെ ജനങ്ങളെ ആകർഷിച്ച ഒരു ഇതാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിൽ ആദ്യമായിട്ടുള്ള ഒരു ഹൊറർ ചിത്രം എന്ന നിലയിൽ ഹൊററിന് പ്രാധാന്യം കൊടുക്കാതെ ടി.പി. ശാസ്ത്രമംഗലം പറഞ്ഞതുപോലെ കലാപരമായ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്ത അതിമനോഹരമായൊരു ചിത്രമായിരുന്നു അത്. ഇന്ന് നമ്മുടെ മനസ്സിൽ അനശ്വരമായി നിൽക്കുന്ന ഒരു കലാസൃഷ്ടിയാണത്. തീർച്ചയായും. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പി, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഭാർഗവി നിലയം അരനൂറ്റാണ്ട് തികയുന്ന ഒരു സമയത്ത് കൂടിയാണ് താങ്കളോട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ആ ചിത്രത്തെ ഒന്ന് ഓർത്തെടുക്കാനാവുക ഈ അവസരത്തിൽ? മറക്കാനാവാത്ത ഒരു സിനിമയാണ്. എനിക്ക് മാത്രമല്ല, ഏതൊരു മലയാളിക്കും മറക്കാനാവാത്ത സിനിമയാണ്. ഒരുപാട് വ്യത്യസ്തതകളുള്ള സിനിമയായിരുന്നു അത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സിനിമയിൽ നിന്ന് വന്നിട്ടില്ല. അതിൻ്റെ ആലപ്പുഴ ശിമാറ്റി തിയേറ്ററാണ് സിനിമ കണ്ടത്. അതിൽ ആദ്യത്തെ ഭാർഗവി നിലയം എന്ന് എഴുതി കാണിക്കുന്ന ആ ടൈറ്റിൽ തന്നെ, ആ ചിത്രത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് വിൻസെൻ്റ് മാസ്റ്റർ അത് പ്രസൻറ്റ് ചെയ്തത്. ഇപ്പോൾ എനിക്കുണ്ട് ഭാർഗവി നിലയം എന്നുള്ള ആ അക്ഷരങ്ങൾ അങ്ങനെ കത്തി നിൽക്കും, ഓരോ അക്ഷരം എരിഞ്ഞുകൊണ്ടിരിക്കും. അത് ആ ഷോട്ട് എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. അത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ടൈറ്റിൽ കൊണ്ട് തന്നെ മലയാളികളെ കീഴടക്കിയ ഒരു സിനിമയാണത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ അത് യക്ഷയുണ്ടെന്ന് സ്ഥാപിക്കുന്ന സിനിമയാണ്. അത് യക്ഷയുണ്ട് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ യക്ഷയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ പുരോഗമനവാദി അല്ലാതെ ഇപ്പോൾ വന്ന ഭയമൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു സാഹിത്യകാരനെ അതിമനോഹരമായിട്ട് മതിച്ചേട്ടൻ പ്രസന്റ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചലനവും വളരെ എനിക്കിപ്പോഴും ഉണ്ട് നടക്കുന്നത്. ഏകാന്തതയിൽ അപാരതീരം എന്നപ്പെട്ട അത് ഒരു ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതം, നമുക്കറിയാൻ വയ്യാത്ത അനേകം കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നെല്ലാം വളരെ പരോക്ഷമായിട്ട് പറയുന്ന ഒരു പാട്ട് ഭാസ്കര മാസ്റ്ററുടെ അതിമനോഹര രചന. അതിലെ പാട്ടുകളാണ്, ഛായാഗ്രഹണം, പാട്ടുകളും സ്ക്രിപ്റ്റും എല്ലാം തന്നെ വളരെ 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 പുതുമയുള്ളതായിരുന്നു. പാട്ടുകളിലെ എല്ലാവർക്കും ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രേമഗാനം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 60% ആളുകളും താമസന്റെ വരുവാൻ പ്രാണസഖി എന്നുള്ള പാട്ടേ പറയുള്ളൂ. അതുപോലെ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂല കിട്ടി ഞാൻ എന്നുള്ള
അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലിറിക്സ് 2 തരത്തിലാണ്. ആദ്യം സന്തോഷത്തിലും പിന്നെ ദുഃഖത്തിലും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ചിത്രം ഒരിക്കലും മലയാളിക്ക് മറക്കാനാവില്ല. എന്ന് മാത്രമല്ല, എൻ്റെ ഒരു സംവിധായകനാകണമെന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നതിന് നല്ലപോലെ വളവിട്ട് തന്ന ഒരു പടമാണ് ഭാർഗവിയില്. അത് ശരിക്കും വിൻസൻ മാസ്റ്റർ ഇപ്പോഴും ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന വൃത്തിയില്ല. കാരണം വിൻസൻ മാസ്റ്റർ നമ്മൾ മലയാളികൾ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ അത് വിൻസൻ മാസ്റ്റർ പോലൊരു ഛായാഗ്രാഹകൻ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഛായാഗ്രാഹകൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഭാർഗവ എന്നുള്ളത് ടൈറ്റിലിൽ തന്നെ തെളിയിച്ച ആളാണ് വിൻസൻ മാസ്റ്റർ. തീർച്ചയായും മലയാളത്തിലെ ആദ്യ ഹൊറർ ചിത്രം കൂടിയാണ് ഈ പറയുന്ന ഭാർഗവി നിലയം. അതിനുശേഷം ഭാർഗവി നിലയത്തിന്റെ ചുവട് പിടിച്ച് നിരവധി ചിത്രങ്ങൾ വന്നെങ്കിലും പക്ഷേ അവയെല്ലാം ഈ പറയുന്നത് പോലെ തന്നെ ഭാർഗവി നിലയത്തിന് പിന്നിൽ തന്നെയാണ്. എങ്ങനെയാണ് അത്തരത്തിൽ നോക്കി കാണുമ്പോൾ ചിത്രത്തെ ഒന്ന് വിലയിരുത്താനാവുക? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, യക്ഷിയുണ്ട് എന്ന് സ്ഥാപിക്കുന്ന കഥയാണത്. അല്ലാതെ ഒരു മറ്റ് പല സിനിമകളിലും യക്ഷിയാണെന്ന് തോന്നിപ്പിച്ചിട്ട് അവസാനം യക്ഷിയായിരുന്നില്ല, ഒരു പെണ്ണ് വേഷം കെട്ടി നടക്കായിരുന്നു, അങ്ങനെ ആ രീതിയിൽ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. ഇതങ്ങനല്ല. ഇതൊരു നമുക്കറിയാൻ വയ്യാത്ത ഒരു തലമുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ള നമുക്ക് പെട്ടെന്ന് നമുക്ക് അനുഭവിക്കാൻ എപ്പോഴും കഴിയാത്ത ഒരു തലമുണ്ടെന്നും അത് വളരെ സൂക്ഷ്മമാണെന്നും അത് എന്നല്ല ഇങ്ങനെയൊക്കെ എഴുത്തുകാരൻ ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മൾ പറയുന്നുണ്ട് സിനിമയിലൂടെ. അത് മാത്രമല്ല, ഈ എഴുത്തുകാരൻ്റെ ഒരു മഹത്വം, എഴുത്തുകാരൻ്റെ ഗരിമ കാണിക്കുന്ന സിനിമകളാണ്. കാരണം ഈ ഒരു എഴുത്തുകാരനാണ് ആ സത്യം കണ്ടുപിടിക്കുന്നത്. ഒരു യഥാർത്ഥ അതിന് പിന്നിൽ ഒരു മർഡർ മിസ്റ്ററി കൂടാണ് ആ പടം. അതായത് എങ്ങനെയാണ് ഒരു കൊല നടന്നത്, ആളുകൾ ധരിച്ച രീതിയിലല്ല, ആളുകൾ പറയുന്ന രീതിയിലല്ല എന്നൊക്കെ അവസാനം ഈ എഴുത്തുകാരനോട് എങ്ങനെ കഥ എഴുതാൻ, അതിൽ കഥ എഴുതാൻ വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെ കഥ എഴുതണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ ആ കഥാനായിക തന്നെ അന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല, ഇങ്ങനെയായിരുന്നു നടന്നത്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു പുതുമയായിരുന്നു. അങ്ങനെ ആ കഥാപാത്രം ഭാർഗവി കുട്ടിയെ നേരിൽ വന്ന് പറയുകയാണ്, അങ്ങനെയല്ല സംഭവിച്ചത്, ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം അത് പിന്നീട് അങ്ങോട്ട് ഒരു നേരിട്ടുള്ള ഈ സമയത്ത് പ്രതിനായകൻ വിജയനെ അഭിനയിച്ച കഥാപാത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ഈ സത്യം എഴുത്തുകാരൻ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുക. അവരാണ് അതിൻ്റെ പ്രത്യേകത. അത് പിന്നീടൊന്നല്ല, എനിക്ക് അതിന് മുമ്പോ അതിന് ശേഷമോ മലയാളത്തിൽ അങ്ങനെ ഒരു ഹൊറർ സിനിമ വന്നിട്ടില്ല. കാരണം അത് എൻ്റെ ഒരു ഓഡിയൻസ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഒരു അത്ഭുതം. കാരണം ഇപ്പോൾ ഇത് അന്ധവിശ്വാസമാണ്, പിന്നെ ഇത് മരിച്ചാൽ തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെട്ടു അത്. എന്നത് പറഞ്ഞില്ല, സംഗീതവും ഈ അതിലെ സബ്ജക്റ്റും പിന്നെ സ്റ്റോറി ടെല്ലിങ്ങും എല്ലാം തന്നെ നമ്മൾ അതുവരെ കാണാത്ത രീതിയിലായിരുന്നു. അതാണ് സിനിമയുടെ പ്രത്യേകത. വളരെ നന്ദി ശ്രീകുമാരൻ തമ്പി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ശ്രീകൃഷ്ണദാസ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ എടുക്കുകയാണ്. അതായത് അന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇപ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത് ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന പോലെ ശരിക്കും യക്ഷിയുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം, അത് ചിത്രത്തിന് ഇത്ര വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കണ്ട ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ? ഈ ഭാർഗവി നിലയം എന്ന ചിത്രം ഫാൻറ്റസിയും യാഥാർത്ഥ്യവും സമഞ്ജസമായി കോർത്തിണക്കിയ അതിമനോഹരമായ ഒരു ചലച്ചിത്ര കാവ്യമായിരുന്നു. ഈ യക്ഷിയും ഗന്ധർവനുമൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരം സങ്കല്പങ്ങൾ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ചൈതന്യം പകർന്നു എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈശ്വരൻ തന്നെ ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്ന രണ്ട് കൂട്ടരുമുണ്ട്. എങ്കിൽ തന്നെ ഇതെല്ലാം മനോഹരമായ സങ്കല്പങ്ങളാണ്. അവയെ കലാഭംഗിയോടെ ആവിഷ്കരിച്ചു എന്നതാണ് ഭാർഗവി നിലയത്തിൻ്റെ സവിശേഷത, പ്രത്യേകത.
ഒരിക്കലും യേശുദാസ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് കമുകറ എന്ന മനുഷ്യൻ്റെ ശബ്ദത്തിനല്ലാതെ ഈ ഏകാന്തതയുടെ അപാരതീരത്തെ ഇങ്ങനെ സൃഷ്ടിക്കാനാവില്ല എന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ അത് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോഴേ ഈ കമുകറയുടെ ശബ്ദം ഈ മധു എന്ന് പറയുന്ന സാഹിത്യകാരൻ അവതരിപ്പിച്ച കഥാപാത്രം അത്ര യോജിച്ചതല്ല. പക്ഷേ കമുകറയുടെ ശബ്ദത്തിന് ഒരു പ്രത്യേക സാത്വിക ശോഭയുണ്ട്. അപ്പോൾ ഈ പാട്ട് ഇത് എന്നോട് ഭാസ്കരൻ മാഷ് പറഞ്ഞതാണ്. ഈ പാട്ട് ആര് പാടണം എന്നുള്ള ഇത് വന്നപ്പോൾ യേശുദാസിനെ കൊണ്ടാണ് ആദ്യം പാടിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ വിൻസെൻ്റ് പറഞ്ഞു, സംവിധായകനായ വിൻസെൻ്റ് പറഞ്ഞു, ഒരിക്കലും യേശുദാസിൻ്റെ ഒരു സോഫ്റ്റായ ഒരു വോയിസ് ഈ പാട്ടിന് വേണ്ട. കമുകറയെ പോലെ ഇപ്പോൾ ആത്മവിദ്യാലയവും ഈശ്വരചിന്തയൊക്കെ പാടി മലയാളികളുടെ ഉള്ളിൽ ചേക്കേറിയ കമുകറയെ കൊണ്ട് തന്നെ ഈ പാട്ട് പാടിക്കണമെന്ന് നിർദ്ദേശിച്ചത് വിൻസെൻ്റ് മാഷാണ്. ഈ പാട്ട് ഭാസ്കരൻ എഴുതിയതാണ്, പി ഭാസ്കരൻ എഴുതിയതെന്നാണ് പരക്കെ അറിയപ്പെടുന്നതെങ്കിലും ഇതിനകത്ത് ഇതിൻ്റെ തുടക്കം ഈ ഏകാന്തതയുടെ അപാരതീരം എന്നുള്ള ഉൾപ്പെടെ ചില വരികൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. അത് ഭാസ്കരൻ മാഷ് തന്നെ തൻ്റെ ആത്മകഥയിലുമൊക്കെ എഴുതിയിട്ടുമുണ്ട്. ഈ പിന്നെ അതായത് വളരെ ഗദ്യത്തിൽ അദ്ദേഹം എഴുതുന്ന ഗദ്യം എന്ന് പറഞ്ഞാൽ കവിത പോലെ മനോഹരമാണ്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഗദ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കവിതയേക്കാൾ മനോഹരമാണ് ഒരുപക്ഷെ. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ ചില വരികൾ എന്ന് വെച്ചാൽ ഈ നമ്മൾ പണ്ട് ഔട്ട്ലൈൻ സ്റ്റോറി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ അങ്ങിങ്ങ് ചില വാക്കുകൾ, ഫില്ല് ചെയ്യാത്ത ചില വാക്കുകൾ ഈ പാട്ടിന് നിർദ്ദേശിച്ചത് ഒരുപക്ഷെ എഴുതി കൊടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാസ്കരൻ മാഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. അത് ഈ രീതിയിൽ നമ്മളിന്ന് കേൾക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തത് പി ഭാസ്കരനാണ്. വാസ്തവത്തിൽ ഈ പാട്ടിൻ്റെ ആ ആശയം നമുക്ക് നോക്കുമ്പോൾ ഒരു ഏകാന്തതയുടെ അപാരതീരം എന്ന് പറയുമ്പോൾ തന്നെ അതിനങ്ങ് ഒരു നമ്മളതിലേക്ക് അതിനപ്പുറം വേറൊരു ഇതില്ല അല്ലേ. ആ കടപ്പുറം കാണിക്കുന്നു, അവിടെ ഏകാന്തതയുടെ അപാരതീരമാണ് എന്ന് പറയുമ്പോൾ അപാരതീരം എന്നുള്ള ആ പ്രയോഗം, ഏകാന്തതയുണ്ട് പക്ഷേ അതിനേക്കാളേറെ അപാരതീരം എന്നുള്ളത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ്. അത് ഒന്നാന്തരം പാട്ടായി മാറിയത് ഈ പിന്നെ ബാബുരാജിൻ്റെ സംഗീതത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. പിന്നെ നന്നായിട്ട് പാടിയിരിക്കുന്നു കമുകറ പുരുഷോത്തമൻ. ഈ നേരത്തെ നമ്മൾ കണ്ടതാണ്, എത്ര നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ആ പാട്ടിൻ്റെ ആശയം മുഴുവൻ, അത് വിൻസെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത, അദ്ദേഹം ഇപ്പോൾ വയലാറിൻ്റെയൊക്കെ പല പാട്ടുകളും ചിത്രീകരിച്ചിരിക്കുന്നത് വിൻസെൻ്റ് മാഷാണ്. ആ വയലാർ അല്ലെങ്കിൽ ഭാസ്കരൻ മാഷ് അല്ലെങ്കിൽ ഏത് കവിയാണോ ആ കവി എഴുതി കൊടുക്കുന്ന ആശയത്തിന് അപ്പുറത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ചിത്രീകരിക്കാനുള്ളൊരു അപാരമായ കഴിവ് വിൻസെൻറ്റിനുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ ഉദാഹരണമാണ് ഈ ഏകാന്തതയുടെ അപാരത. ഇപ്പോൾ ചിത്രത്തിലെ മറ്റ് പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ മറ്റ് പാട്ടുകളെന്ന് വെച്ചാൽ ഈ ചിത്രത്തിലെ ഒരു പാട്ട് പോലും നമുക്ക് മാറ്റി നിർത്താനൊക്കില്ല. എല്ലാ പാട്ടുകളും വിജയിച്ച, ഇന്നിറങ്ങിയതുപോലെ പുതുമയുള്ള ഇന്നിറങ്ങിയ പാട്ടുകൾ ഇന്ന് തന്നെ അത് മണ്ണടിയുകയാണ്. പക്ഷേ 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കാമുകൻ്റെ താമസമെന്തേ വരുവാൻ മലയാളത്തിലെ ആദ്യത്തെ ഗസലാണത്. അന്ന് വരെ അത്തരം ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടില്ല. അതിൻ്റെ റെക്കോർഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളും ഉപകഥകളും പ്രചരിച്ചിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന്, ഈ പാട്ട് ബാബുരാജ് ട്യൂൺ ചെയ്തു. ബാബുരാജ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ യേശുദാസിനെ കൊണ്ടാണ് ഇത് പാടിക്കുന്നത്. അപ്പോൾ പലതവണ അന്നൊക്കെ ആണെങ്കിൽ ഈ റിഹേഴ്സൽ എടുക്കുകയാണ്. പലതവണ റിഹേഴ്സൽ എടുത്തിട്ടും ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഈ സിനിമയുടെ തിരക്കഥ സംഭാഷണം എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഇതിനകത്ത് മുഴുവൻ സമയവും ഇതിനകത്ത് ചിലവഴിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ട്. അപ്പോൾ യേശുദാസ് ഇങ്ങനെ പാടിയിട്ട് ആ വൈക്കം മുഹമ്മദ് ബഷീർ ഉദ്ദേശിക്കുന്ന തരത്തിൽ, ബാബുരാജ് ഉദ്ദേശിക്കുന്ന തരത്തിൽ പോലും പാടിയിട്ട് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന് അതിനേക്കാളും അപ്പുറം എന്തോ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിലുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് യേശുദാസ് പാടി എത്തണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും പാടിച്ചു എന്ന് കേട്ടിട്ടുണ്ട് യേശുദാസിനെ കൊണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഫലം ആ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. ഇന്നും മലയാളികൾ 10 പാട്ട് തിരഞ്ഞെടുത്താൽ എനിക്ക് തോന്നുന്നു വാരികകളും പല സംഘടനകളും മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ നടത്തിയ മത്സരങ്ങളിലും പിന്നെ അല്ലാതുള്ള തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം ഭാർഗവി നിലയമാണ് 1ാം സ്ഥാനത്തെത്തിയത്. ഭാർഗവി നിലയം എല്ലാവർക്കും ഒരു എന്താ പറയുന്നത് സർവസമ്മതമായ ഗാനമാണ്. അതിൻ്റെ രചന,
രചനയേക്കാളേറെ സംഗീതം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു സംഗീതം എനിക്ക് നൽകാൻ ഒക്കില്ല എന്ന തരത്തിൽ അത് അത്രയ്ക്ക് പിന്നെ ഒന്നാന്തരമായി. പിന്നെ യേശുദാസിൻ്റെ ശബ്ദം, എനിക്ക് തോന്നുന്നു യേശുദാസ് എന്ന ഗായകൻ അതിനു മുമ്പ് പല പാട്ടുകളും പാടിയിട്ടുണ്ടെങ്കിലും ഈ ഭാർഗവി നിലയത്തിലെ താമസമന്തേ വരുന്ന അതിന് ശേഷമാണ് യേശുദാസ് എന്ന ഗായകന് ഗന്ധർവനാഥം എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിൽ ഗാനഗന്ധർവൻ എന്ന് നമ്മൾ മലയാളികൾ യേശുദാസിനെ വിളിക്കാൻ ഈ പാട്ടോടുകൂടിയാണ് കാരണഭൂതമായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ ഭാർഗവി നിലയം എന്ന ഒരു ചിത്രത്തെ ഇത്ര അനശ്വരമാക്കിയതിൽ ഈ പാട്ടുകൾക്കുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് താമസമെന്തേ വരുവാൻ എന്ന ഗാനം, നമുക്ക് അറിയാം ബാബുരാജിനെ ഹിന്ദുസ്ഥാനി രാഗങ്ങളോടുള്ള അഭിനിവേശത്തെക്കുറിച്ച് എല്ലാവർക്കും വളരെ പ്രസിദ്ധമാണത്. ബിംബ്ലാസ് എന്ന രാഗത്തിലാണ് ഈ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല മേരെ മെഹബൂബ് തുച്ഛെ എന്ന ഹിന്ദി ഗാനം ഈ ഗാനത്തിൻ്റെ ഈണം നൽകുന്നതിന് അദ്ദേഹത്തിന് പ്രചോദനമായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രചോദനം എന്ന് പറയുമ്പോൾ അത് അപഹരണമോ അനുകരണമോ ഒന്നുമല്ല, പ്രചോദനമായി എന്നുള്ളത് തന്നെയാണ്, പ്രോത്സാഹനമായി. ആ ഒരു ഈണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഈ മനോഹരമായ ഈണത്തിൽ ഇത് ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതുപോലെ തന്നെ വാസന്ത പഞ്ചമി നാളിൽ എന്ന ഗാനം, അതിനെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചൗദുൻ ക ചാന്ത് ഹോ എന്ന ഹിന്ദി ഗാനത്തിൻ്റെ ഒരു പ്രചോദനമാണ് അദ്ദേഹത്തിന് ഈ ഈണം ചിട്ടപ്പെടുത്താൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, അതിമനോഹരമായ ഈ ഗാനങ്ങൾ അനശ്വരമായി നിലനിൽക്കുന്നത് അവയുടെ കാവ്യഭംഗി കൊണ്ട് മാത്രമല്ല, സംഗീത ശില്പം കൊണ്ടും അതുപോലെ ആലാപന സൗന്ദര്യം കൊണ്ടും കൂടിയാണ്. ഒരു കാലത്തും മറക്കാനാവാത്ത, മലയാളിക്ക് മറക്കാനാവാത്ത, മലയാളിയുടെ മനസ്സിൻ്റെ ചുണ്ടിൽ എന്നും നിലനിൽക്കുന്ന അതിമനോഹരമായ എല്ലാ ഗാനങ്ങളുമാണ് ഈ ഭാർഗവി നിലയത്തെ അനശ്വരമാക്കിയതിലൊരു മുഖ്യ ഘടകം. ശരിക്കും മലയാളികളുടെ ഓരോ വികാരം, ഇപ്പോൾ പ്രണയമാണെങ്കിലും വിരഹമാണെങ്കിലും സ്നേഹമാണെങ്കിലും എന്തുമായിക്കോട്ടെ, പക്ഷേ അത് ആ ഭാവങ്ങളെ അതേപടി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഏകാന്തതയുടെ അപാരതീരം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളൊരു ഏകാന്തതയിലേക്ക് തന്നെ പോകുന്ന അത്രമാത്രം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ. അതെ, അതുതന്നെയാണ് പറഞ്ഞത്. ഈ ഗാനങ്ങളുടെ ഒരു അനശ്വരതയുടെ ഒരു പ്രധാന ഘടകം അതുതന്നെയാണ്. നമ്മെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു അനുഭൂതി വിശേഷത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാൻ ഇതിലെ പല ഗാനങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ 2 ഗാനങ്ങൾക്ക് 3 ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത. ഗാനങ്ങൾ ഈ ഭാർഗവി നിലയത്തെ കൂടുതൽ അനശ്വരമാക്കുന്നു. ഇപ്പോൾ സാറ് സെൻസർ ബോർഡിലൊക്കെ അംഗമായിരുന്ന ആളുകൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാല്യം, MTയുടെ നിർമ്മാല്യത്തെ ഇന്നത്തെ സാമൂഹ്യാവസ്ഥയിലേക്ക് അത് വീണ്ടും ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സെൻസറിങ്ങിലും ഇത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ സ്വാധീനിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ മാറി വരുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് സെൻസർ ബോർഡ് നിയമങ്ങളിലും മാറ്റം വരുത്താറുണ്ട്. അതനുസരിച്ചാണ് സെൻസറിങ് നടത്തുക. തീർച്ചയായിട്ടും നിയമങ്ങളാണ് നമ്മളെ നയിക്കുന്നത്, അല്ലാതെ മറ്റ് ജനവികാരങ്ങളോ സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന പ്രതിഷേധങ്ങളോ ഒന്നുമല്ല. പലപ്പോഴും നമുക്ക് കൃത്യമായ അതിനുള്ള നിർദ്ദേശ പത്രികകളുണ്ട്, അതനുസരിച്ചാണ് സെൻസറിങ് നടത്തുന്നത്. ഇപ്പോൾ ഈ പാട്ടുകളൊക്കെ വീണ്ടും വരുന്നുണ്ടല്ലോ, പഴയ പാട്ടുകളെയൊക്കെ ഇപ്പോൾ റീമേക്ക് ചെയ്ത് പുതിയ സിനിമകളിലേക്കൊക്കെ വരുന്നു. ഇന്നിപ്പോൾ അത് അനുവാദം വാങ്ങിച്ചുകൊണ്ട് അവർ ചെയ്യുകയാണെങ്കിൽ അതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ അതൊരു ശരിക്കും ഒരു അണെത്തിക്കലായിട്ടുള്ള ഒരു കർത്തവ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാലത്ത് നമ്മുടെ മഹാപ്രതിഭാശാലികളായ സംഗീത സംവിധായകർ ചിട്ടപ്പെടുത്തി വെച്ച അതിമനോഹരമായ ഗാനങ്ങൾ വികൃതമാക്കി വീണ്ടും അവതരിപ്പിക്കുന്നത് തികച്ചും അനാശാസ്യമായ ഒരു പ്രവണതയാണ്. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോയെന്നേ ഉള്ളൂ. വീണ്ടും ഭാർഗവി നിലയത്തിൻ്റെ തിരക്കഥയിലേക്ക് വരികയാണെങ്കിൽ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ബേപ്പൂർ സുൽത്താൻ്റെ കഥ അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ചിത്രം, എങ്ങനെയാണ് ആ ഒരു ശരിക്കും ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തിരക്കഥയുടെ തന്നെയാണ്? ഞാൻ പറയുന്നതിന് മുമ്പ്, അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ ഒരു ശകലം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഈ സിനിമയിൽ ശശികുമാർ എന്ന് പറയുന്ന കഥാപാത്രവും, അതായത് ഈ ഫ്ലാഷ് ബാക്കിൽ വരുന്ന പ്രേം നസീർ അവതരിപ്പിച്ച ശശികുമാർ എന്ന കഥാപാത്രം, അദ്ദേഹവും സാഹിത്യകാരനാണ്. ഈ അവിടെ കഥ എഴുതാൻ വന്നിരിക്കുന്ന മധു അവതരിപ്പിച്ച അദ്ദേഹവും എഴുത്തുകാരനാണ്. അത് മധു അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ബഷീർ തന്നെയാണ് എന്നാണ് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. മാത്രമല്ല മധു അത് ഈ ബഷീറിൻ്റെ മാനറിസങ്ങളൊക്കെ മനഃപൂർവ്വം അതിനകത്ത് കൊണ്ടുവരാനും കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ സിനിമയുടെ അനിവാര്യതയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഈ പ്രേം നസീറും വിജയ നിർമ്മല അവതരിപ്പിച്ച ഭാർഗവിയുമായിട്ടുള്ള, അതായത് ശശികുമാറും
ഭാർഗവിയുമായിട്ടുള്ള സംഭാഷണം ഒരു ചെറിയ ശകലം. ശശികുമാർ എന്ന് പറഞ്ഞ കഥാപാത്രം ചോദിക്കുന്നു, ശ്രീമതി ആ പൂവ് എന്ത്, ഒരു പൂ കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം മറ്റോ ചോദിക്കുന്നതാണ്, ശ്രീമതി ആ പൂവ് എന്ത് ചെയ്തു? അപ്പം ഭാർഗവി ചോദിക്കുന്നു, ഏത് പൂവ്? ശശികുമാർ, രക്തനക്ഷത്രം പോലെ കടുത്ത ചുവപ്പായ പൂവ്. ഭാർഗവി, ഓ അതോ, തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ശശികുമാർ, ചവിട്ടി അരച്ച് കളഞ്ഞോ എന്നറിയാൻ എന്നാണ് ഉടൻ ചോദിക്കുന്ന മറുചോദ്യമാണ്. ഭാർഗവി ഉടനെ ചോദിക്കുന്നു, കളഞ്ഞുവെങ്കിൽ എന്ത്? അത് കഴിഞ്ഞ് ശശികുമാറിൻ്റെ ചോദ്യത്തിലാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രതിഭ മുഴുവൻ ഇരിക്കുന്നത്. ഒന്നുമില്ല, അത് എൻ്റെ ഹൃദയമായിരുന്നു. ഇങ്ങനെയുള്ള സംഭാഷണ ശകലങ്ങളാണ്. അപ്പോൾ ഈ തൻ്റെ ഹൃദയമായിരുന്നു ആ പൂവെന്ന് പറയുന്ന പ്രതീകത്തിലൂടെ തൻ്റെ കാമുകിക്ക് നൽകിയത്. അത് ചവിട്ടി അരച്ച് കളഞ്ഞെങ്കിൽ എൻ്റെ ഹൃദയത്തെ തന്നെയാണ് നീ ചവിട്ടി അരച്ച് കളഞ്ഞതെന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം. അവിടെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ മാനിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള അനേകം സംഭാഷണങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ചിത്രം. അതൊരു വിജയത്തിന് ഘടകമാണ്. തിരക്കഥ മികച്ചതാണ്, സംഭാഷണം അതിനേക്കാൾ മികച്ചതാണ്. അഭിനേതാക്കളെ വിൻസെൻ്റ് കണ്ടെത്തിയത്, ഇപ്പോൾ എഴുത്തുകാരനായി മധു വരുന്നു, ശശികുമാർ എന്ന് പറയുന്ന അതിലെ ഫ്ലാഷ് ബാക്കിൽ വരുന്ന സാഹിത്യകാരനും ഗായകനുമായി, ഇപ്പം താമസമന്തെയൊക്കെ പ്രേം നസീർ പാടുന്നതായിട്ട് നമ്മൾ കണ്ടല്ലോ. ശശികുമാറിനെ അവതരിപ്പിച്ചത് പ്രേം നസീറാണ്. എനിക്ക് തോന്നിയത് ഈ വിജയ നിർമ്മല എന്ന പറയുന്ന അന്യഭാഷാ നടിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ഔചിത്യം. അന്ന് മലയാളത്തിൽ നായികമാർ ആയിട്ട് അവതരിപ്പിക്കുന്ന അഭിനയിക്കുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ വിളിക്കാതെ അന്യഭാഷയിൽ നിന്ന് ഒരു നടി വേണമെന്ന് തീരുമാനിച്ചത് ഇത് പ്രേത കഥാപാത്രമായിട്ട് എത്തുമ്പോൾ മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്നൊരു നായിക അല്ലെങ്കിൽ നടി ആകരുത് എന്നുള്ള ഉദ്ദേശത്തോടാണ്. അപ്പം നീണ്ട കണ്ണുകളും പ്രേതത്തിൻ്റെ ഒരു ആകാര വടിവുമൊക്കെയുള്ള വിജയ നിർമ്മല വെളുത്ത സാരി ഉടുത്തു വന്നപ്പം പ്രേതമായിട്ട് തന്നെ നമുക്ക് തോന്നി. മാത്രമല്ല നന്നായിട്ട് വിജയ നിർമ്മല. പക്ഷേ അന്ന് അവരല്ലാതെ മറ്റൊരാളെ ആ റോളിലേക്കൊന്ന് ചിന്തിക്കാൻ എന്ന് പറഞ്ഞാൽ അസാധ്യമല്ല. അല്ല, അത് നമുക്ക് ആ രീതിയിൽ അവർ അഭിനയിച്ചത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല അത് അന്നിപ്പോൾ വളരെ പോപ്പുലറായ നടിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരാരെങ്കിലുമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചെങ്കിൽ ഇത്രയും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അവരെ പ്രേതമായിട്ട് സങ്കല്പിക്കുക ബുദ്ധിമുട്ടായി. അവിടെയൊക്കെയാണ് വിൻസെൻ്റ് എന്ന് പറയുന്ന സംവിധായകൻ്റെ സാമർഥ്യം നമ്മൾ കാണുന്നത്. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ അന്യഭാഷയിൽ നിന്ന് നടിയെ കൊണ്ടുവന്നു. മാത്രവുമല്ല നാടകരംഗത്ത് അഭിനയിച്ചുകൊണ്ടിരുന്ന പത്മദളാഷൻ എന്ന ഒരു നടനെ സിനിമയിൽ കൊണ്ടുവന്ന് അദ്ദേഹം സിനിമയിൽ കഥാപാത്രമായി തന്നെ പിന്നീട് മാറി. കുതിരവട്ടം പോ ശരിക്കും ഒരുപക്ഷെ അധികം പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പത്മദളാക്ഷൻ ആണെന്നും കഥാപാത്രത്തിന്റെ പേരിലാണ് അദ്ദേഹം പിന്നീട് അറിഞ്ഞത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ഈ വില്ലനായി വരുന്ന PJ ആൻ്റണി. നാണുക്കുട്ടൻ എന്ന കഥാപാത്രം ആയിട്ട് വരുന്ന PJ ആൻ്റണി അതിനകത്ത് ഇതിനപ്പുറം നല്ലൊരു വില്ലനായി അവതരിപ്പിക്കാനൊക്കില്ല എന്നുള്ള തരത്തിൽ അത്രയും നന്നായിട്ട് ചെയ്തൊരു ഇതും കൂടെയാണ്. അപ്പം ഇങ്ങനെ എല്ലാ ചേരുവകളും ഒന്നിനൊന്ന് മികച്ചതായി. ഇപ്പോൾ ഒരു സിനിമയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ഘടകമല്ലല്ലോ, പല ഘടകങ്ങൾ ചേരുന്നതാണ് സിനിമ. ധാരാളം കലകളുടെ മേളനമാണ് സിനിമ എന്ന് പറയുമ്പോൾ ഈ കലയുടെ അംശങ്ങളെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഇപ്പം ഗാനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഏത് ഗാനമാണ് എടുത്ത് മാറ്റിവെക്കാൻ സാധിക്കുന്നത്? അതിനെ അറബിക്കുള്ളൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാളൻ. ഇപ്പോൾ ബാബുരാജ് മാസ്റ്ററുടെ മകൾ സാബിറ ഉമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാബിറ ഉമ്മ, നമസ്കാരം. ഓ, നമസ്കാരം. ഭാർഗവീ നിലയം അരനൂറ്റാണ്ട് പിന്നിടുന്ന ഒരു സമയത്തു കൂടിയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മാത്രമല്ല ഭാസ്കര മാസ്റ്റർ ബാബുരാജ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ഒട്ടനവധി ഗാനങ്ങളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഗാനങ്ങൾ കൂടിയാണ് ഭാർഗവീ നിലയത്തിലേത്. എങ്ങനെയാണ് ഈ ഗാനങ്ങളെ ഒന്ന് ഓർക്കുക ഈ അവസരത്തിൽ? ആ ഗാനങ്ങൾ ഓർക്കാന്ന് വിചാരിച്ച 50 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ മലയാളികളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണല്ലോ ഭാർഗവീ നിലയത്തില്. അല്ല, ദാസേട്ടന്റെ ഏറ്റവും ഫേമസ് ആയ പാട്ട് അല്ലേ? ആ ദാസേട്ടന്റെ ഏറ്റവും ഫേമസ് ആയ താമസമെന്തേ വരുവാൻ, അങ്ങനത്തെ ഒരു പാട്ട് മലയാളത്തിൽ ഇല്ലല്ലോ, ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ. ബിംലാസ് രാഗത്തില് ഇപ്പൊ ചെയ്ത പാട്ട് അത്രയും മനോഹരമായ പാട്ടാണല്ലോ. ആ പാട്ട് എന്നും ഇഷ്ടമുള്ള പാട്ടാണ്.
പിന്നെ വസന്ത പഞ്ചമി നാളിൽ ജാനകിയമ്മന്റെ പാട്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. വസന്ത പഞ്ചമി നാളിൽ പിന്നെ പൊട്ടാത്ത പൊന്നിന്, അത് രണ്ട് ലിറിക്സിൽ വരുന്നുണ്ട് ആ പാട്ട്. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ പാട്ടും 2 ലിറിക്സ് 2 വ്യത്യാസത്തിൽ പാടുണ്ടത്. വിജയ നിർമ്മല അഭിനയിച്ച മനോഹരമായ രംഗങ്ങളും വിഷൻസും പിന്നെ ആ രാഗും എല്ലാം കൂടെ അത് ഭയങ്കര മനോഹരമായ പാട്ടാണല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പടം കഥ, അങ്ങനത്തെ ഒരു പടം ഇനിയും വീണ്ടും വന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. വളരെ നന്ദി സാബ്രവുമായി ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശ്രീകൃഷ്ണദാസ് സാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ തിരക്കഥയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ഹൊറർ ചിത്രമാണെങ്കിലും മലയാളത്തിൽ ഒരു പുതിയ ദൃശ്യാനുഭവം അല്ലെങ്കിൽ ഒരു പുതു ശൈലി കൊണ്ടുവന്ന ചിത്രം കൂടിയായിരുന്നു ഭാർഗവി നിലയം എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു, അല്ലേ? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മറ്റ് കൃതികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണിത്. പാത്തുമ്മയുടെ ആട്, ഇന്റുപ്പാപ്പാക്കര അനയുണ്ടായിരുന്നു, ആനവാരിയും പൊൻകുരിശും, പ്രേമലേഖനം, പൂവമ്പഴം തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ അവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഈ ഹൊറർ ചിത്രം. അതുമാത്രവുമല്ല, ഇതിനകത്തെ തിരക്കഥ ഈ നീലവെളിച്ചം എന്ന ചെറുകഥയെ മാത്രം ആസ്പദമാക്കി എഴുതിയതല്ല. അതിൽ 1-2 സംഭവങ്ങളെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിൽ നിന്നെടുത്തുണ്ട്. നിലാവ് കാണുമ്പോൾ എന്ന ഒരു ചെറുകഥയിൽ നിന്നാണ് അദ്ദേഹം ഈ യക്ഷിയെ ആദ്യമായിട്ട് കാണുന്ന ദൃശ്യത്തിൻ്റെ സാഹിത്യരൂപം പകർത്തിയത്. അതുപോലെ തന്നെ അനുരാഗത്തിൻ്റെ നിനങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിലാണ് ഈ യക്ഷി ഈ കാമുകനോട് പറയുന്നത്, എനിക്കൊരു പ്രസംഗം എഴുതി തരണം എന്ന് പറയുന്ന ഒരു സീനുണ്ട്. അത് കുറിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ അനുരാഗത്തിൻ്റെ നിനങ്ങൾ എന്ന നോവലിൽ നിന്നാണ്. അങ്ങനെ ഈ പലതിൽ നിന്നും എടുത്തതോട് കൂടാതെ പ്രധാനമായിട്ടും നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി രചിച്ച തിരക്കഥയാണിത്. അപൂർവ ചാരുതയുള്ള അതിമനോഹരമായ തിരക്കഥ. മാത്രമല്ല, ഇപ്പോൾ യക്ഷിയുടെ കഥയാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കേട്ട മുത്തശ്ശി കഥകളിൽ പോലും യക്ഷി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു ഇത് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഭാർഗവി നിലയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യക്ഷിയോട് ഒരു സ്നേഹമല്ലേ തോന്നുന്നത്? ശരിക്കും അത്തരത്തിൽ യക്ഷിയോട് സ്നേഹവും സഹതാപവുമാണ് നമുക്ക് തോന്നുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. യക്ഷി എന്ന ഒരു സങ്കല്പമാണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാണെന്ന് കരുതിക്കൊണ്ട് തന്നെ നമ്മൾ ആ യക്ഷിയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അവളെ മറക്കാതെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. അതാണ് ഈ കഥയുടെ പ്രത്യേകത. അതുതന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരത്തിൻ്റെ ചാരുത. DP സർ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഭാർഗവി നിലയത്തെ ചൂടുപിടിച്ച് ഒരുപാട് യക്ഷി കഥകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിക്കെല്ലാം മേലെയാണ് ഭാർഗവി നിലയം എപ്പോഴും. അത് ഉദാത്തമായ കലാസൃഷ്ടി എന്ന നിലയിലാണ് ഭാർഗവി നിലയം നമ്മളല്ല, അത് ഉദാത്തമായ കലാസൃഷ്ടിയായി മാറി. അപ്പോൾ അത് ഒരു യഥാർത്ഥ കലാസൃഷ്ടിയെ എത്ര അനുകരിച്ചാലും അതിന് മങ്ങലേൽക്കില്ല. അതുകൊണ്ടാണ് പിന്നീട് വന്ന പല യക്ഷിക്കഥകളും പരാജയപ്പെട്ടു പോയത്. മനസ്സിലായി? ഇതിൻ്റെ തന്നെ 2ാം ഭാഗം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതെ, അതൊക്കെ നമുക്കൊരു തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ഈ സിനിമയിൽ പിന്നെ ഇതിനകത്ത് ഒരു കൊലപാതകത്തിൻ്റെ ചുരുളെഴുതുന്നു. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. ഈ സാഹിത്യ നേരത്തെ ശ്രീകുമാരൻ തമ്പി സൂചിപ്പിച്ചതുപോലെ സാഹിത്യകാരൻ അവിടെ കഥ എഴുതാനാണ് വന്നത്. പക്ഷേ അവിടെ വന്നപ്പോഴാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്നും ആ കൊലപാതകം നടത്തിയത് ആര് എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണെന്ന് അദ്ദേഹം ധരിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചുരുളെഴുതുന്നത്. അവിടെയാണ് യക്ഷി അദ്ദേഹത്തെ സഹായിക്കുന്നത്. മനസ്സിലായി? കിണറ്റിലേക്ക് വീഴുന്നെങ്കിലുണ്ടും രക്ഷപ്പെടുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ യക്ഷി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ബഷീർ ഈ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തോടു കൂടിയല്ല അദ്ദേഹം കഥ അവസാനിപ്പിക്കുന്നത്. പക്ഷമുണ്ട്, അത് ആരെങ്കിലും എതിർക്കണമെങ്കിൽ എതിർത്തുകൊട്ടെ എന്നുള്ള അക്കാലത്തെ, അത് 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചതെന്നും കൂടെ ആലോചിക്കണം. അതിനും എത്രയോ വർഷത്തിന് മുമ്പാണ് ഈ കഥ അദ്ദേഹം എഴുതിയത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ യക്ഷി എന്ന് പറയുന്ന കഥാപാത്രം മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഒരുപാട് കണക്കൂട്ടി കാണും. ഈ വിൻസെൻ്റ് ആയിരുന്നാലും ബഷീർ ആയിരുന്നാലും ഈ സിനിമ എടുക്കുന്നതിന് മുമ്പ്. പക്ഷേ അത് മലയാളികൾ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അത് വെള്ളിത്തിരയിൽ നന്നായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ മലയാളികൾ മറ്റൊന്നുമല്ല, ഒരു നല്ല കലാസൃഷ്ടി ഏറ്റവും മലയാളികളെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഉദാത്തമായ കലാസൃഷ്ടി എന്ന നിലയിൽ
ഈ സിനിമ കണ്ടപ്പോൾ കണ്ടിറങ്ങുന്നവരുടെ മനസ്സിൽ ഈ യക്ഷി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇന്നും. ഇപ്പോഴും ഈ പാട്ടുകൾ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ ഭാസ്കരൻ എഴുതിയ വരികൾക്ക്, പി ഭാസ്കരൻ്റെ വരികൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. പല പാട്ടുകൾക്കും ഈ യക്ഷിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ യക്ഷിയുടെ ഇപ്പം സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്ന യക്ഷിയുടെ പല മാനറിസങ്ങളും അദ്ദേഹം പാട്ടിലൂടെ, വരികളിലൂടെ കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഈ താമസമെന്തേ വരുവാനെന്ന പാട്ടിൽ തന്നെ പൂഞ്ചോലക്കടവിൽ നിൻ്റെ പാദസരം കുലുങ്ങിയല്ലോ. ഈ പാദസരം കുലുങ്ങുന്ന, അപ്പോൾ നമ്മൾ യക്ഷി പാദസരം ചിരങ്ക കിലുക്കിക്കൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ പാദസരം കിലുക്കിക്കൊണ്ടാണ് വരുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കമനീയമായിട്ട് ആ പാട്ടിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പാലൊളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ. അപ്പോൾ ഈ യക്ഷി ഇങ്ങനെ വന്ന് സാഹിത്യകാരനെ നോക്കി പലപ്പോഴും ചിരിക്കുന്നുണ്ട്, സാഹിത്യകാരനെയും മറ്റേ കാമുകനെയും. പാതിരാക്കാട്ടിൽ നിൻ്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. അപ്പോൾ പട്ടുറുമാൽ ഇളകുന്നത് യക്ഷിയുടെ ഒരു വരവായിട്ട് അതൊക്കെ ഇതിനപ്പുറം നന്നായിട്ട് എഴുതാൻ പറ്റില്ല. അത്തരത്തിലാണ് ഭാസ്കരൻ മാഷ് നന്നായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വസന്ത പഞ്ചമി നാളിലും അതുപോലെ തന്നെ വസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു. ആ നായിക പാടുകയാണ്, കിളിവാതിലിൽ മിഴിയും നട്ട് കാത്തിരുന്നു ഞാൻ, വരുമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഈ നായകനെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നായികയുടെ പരിഭവവും പ്രേമവും നന്നായിട്ട് വരച്ചിടാൻ എപ്പോഴും ഭാസ്കരൻ മാഷിന് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തച്ചോളി ഉദയനിലെ അഞ്ഞനക്കണ്ണെഴുതി, അതിൽ ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ച് എന്നിട്ടും വന്നില്ല എന്ന് പരിഭവിക്കുന്ന നായിക. അതുപോലെ തന്നെയാണ് ഈ വസന്ത പഞ്ചമി എന്ന പാട്ടിൽ. പക്ഷേ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭാർഗവി നിലയം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ച പൂർണ്ണമാവില്ല. ഈ താമസമെന്തേ വരുവാനുള്ള പാട്ടിനെ പോലെ തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ വസന്ത പഞ്ചമി നാട്. കാരണം അതിനകത്തുള്ളൊരു നായികയുടെ ദുഃഖം, ഒരു അടിയൊഴുക്കായി കിടക്കുന്ന ദുഃഖം. വരേണ്ട ഒരാൾ മാത്രം വന്നില്ല, പലരും വന്നു, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന വരേണ്ട ഒരാൾ മാത്രം വന്നില്ല എന്നെഴുതാൻ ഭാസ്കരനെ കഴിയും, പി ഭാസ്കരൻ മാഷിന് മാത്രമേ കഴിയൂ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാല് കെട്ടി. അപ്പോൾ അതിൽ രണ്ട് ഇതുണ്ട്. സന്തോഷമായിട്ട് പാടുമ്പോഴാണ് പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാല് കെട്ടി ഞാൻ എന്ന് പാടുന്നത്. നമ്മളിവിടെ കണ്ടത് പൊട്ടിത്തകർന്ന കിനാക്കൾ കൊണ്ടൊരു, അത് ദുഃഖത്തിൻ്റെ ദുഃഖഗാനം. ഇതിലും കൊണ്ട് നല്ല വരികൾ. ആ ഏത് പാട്ടിലും ഭാസ്കരൻ മാഷിൻ്റെ കയ്യൊപ്പ് പതിച്ച ഒരു ചിത്രമാണ് ഭാർഗവി നിലയം. അതുപോലെ തന്നെ ബാബുരാജിൻ്റെ സംഗീതം. ഇതൊക്കെ ഇത്തരത്തിൽ ട്യൂൺ ചെയ്തില്ലെങ്കിൽ അന്നേ പരാജയപ്പെട്ടു പോയാലേ. ഇത്ര നല്ല വരികൾ അതിനേക്കാൾ മനോഹരമായിട്ട് ട്യൂൺ ചെയ്തു. പിന്നെ എസ് ജാനകി പാടിയിരിക്കുന്ന അതും പഠിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഈ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ യക്ഷിയുടെ അല്ലെങ്കിൽ ഭാർഗവി എന്ന കഥാപാത്രത്തിന് ഏറ്റവും യോജിച്ച ശബ്ദം എസ് ജാനകിയാണെന്ന് ഏത് മലയാളിയും നെഞ്ചിൽ കൈ വെച്ച് പറഞ്ഞു. അത് അത്തരത്തിലാണ്. ഈ ഇപ്പം വസന്ത പഞ്ചമി നാളിൽ തന്നെ കേൾക്കുമ്പോൾ ജാനകി അല്ലാതെ വേറൊരു ഗായികയെ നമുക്ക് സങ്കല്പിക്കാനൊക്കെ. അതേസമയം പി സുശീല ഈ അറബിക്കടലൊരു മണവാളൻ എന്ന ഡുയറ്റാണത്, യുഗ്മഗാനമാണ്. അതിൽ പി സുശീലയുടെ ശബ്ദം നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പാട്ടിലെല്ലാം വസന്ത പഞ്ചമി നാളിൽ പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു, അല്ലെങ്കിൽ പൊട്ടാത്ത പൊന്നും കിനാവ്, ഇതിലെല്ലാം ജാനകിയുടെ ശബ്ദമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അന്ന് ഈ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഗായികയെ അല്ലെങ്കിൽ ഗായകനെ തിരഞ്ഞെടുക്കുന്ന സ്വഭാവം കൂടെയുണ്ട്. പാട്ടിൻ്റെ സ്വഭാവവും നോക്കും. അതുകൊണ്ടാണ് ഏകാന്തയുടെ അപാരതീരം കമുകറ പുരുഷോത്തമനെ കൊണ്ട് പാടിച്ചത്. അവിടെയൊക്കെയാണ് ഈ വിൻസെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും നമ്മൾ ആദരിച്ചു പോകും. മനസ്സിലായി? ഈ ഇതെല്ലാം കൂടി അപ്പോൾ ഒരു ഘടകം നമുക്ക് ന്യൂനതകൾ എന്ന് പറയാവുന്ന ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ ചിത്രം ഇന്ന് നമ്മൾ ഈ 50 വർഷത്തിന് ശേഷം ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഈ 50 വർഷത്തിന് മുമ്പ് എത്രയോ ചിത്രങ്ങൾ ഇറങ്ങി, പക്ഷേ ആ ചിത്രങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതിന് കാരണം കലാപരമായി ഇന്നും ഉയർന്നേ നിൽക്കുന്നു. അവസാനമായി നമ്മുടെ സമയം അവസാനിക്കാറായി. ശ്രീകൃഷ്ണദാസ് സാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ യക്ഷി എന്ന നമുക്കൊരു എന്താ പറയുക, നമുക്ക് മുന്നിൽ നൽകുന്ന ഒരു മാതൃക, അല്ലെങ്കിൽ ഇപ്പോൾ തിളങ്ങുന്ന കണ്ണുള്ള പൂച്ച എന്നൊക്കെ പറയുന്ന ഒരു സിമ്പിൾ നൽകാൻ ഒരു പക്ഷേ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ ചിത്രത്തിന്. ഈ ചിത്രം മറ്റ് യക്ഷി ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ഹൊറർ ചിത്രങ്ങളുടെ ഒരു മുൻഗാമിയായിട്ട് കണക്കാക്കാവുന്നതാണ്. നമുക്കൊരു മാതൃക, ഏറ്റവും മനോഹരമായ മാതൃക സമ്മാനിച്ച ചിത്രമാണ് ഭാർഗവി നിലയം. ഓക്കെ, തീർച്ചയായിട്ടും ഇത്ര സമയം വന്ന് ഈ ചിത്രത്തെക്കുറിച്ച് ഞങ്ങളോട് ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചതിന് ടി പി സാർ വളരെ നന്ദി. ശ്രീകൃഷ്ണദാസ് വളരെ നന്ദി.
മലയാളിയുടെ പ്രേതഭാവനകൾക്ക് കിരീടം ചൂടിയ ഭാർഗവീ നിലയം അരനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമുക്കൊപ്പം അതിഥികൾ നമ്മോട് പ്രതികരിച്ചതും. ഇന്നത്തെ ബി പോസിറ്റീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.